ഓക്കെ, ക്വാർട്ടർ ഫൈനലിൻ്റെ മൂന്നാമത്തെ ഗ്രൂപ്പ്, തേർഡ് ആൻഡ് ദ ലാസ്റ്റ് ഗ്രൂപ്പ്. യെസ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനത്തിലെത്താം ആരൊക്കെയാണ് അടുത്ത റൗണ്ടിലേക്ക് കയറിയിരിക്കുന്നത്. 8 പേർ. ഓക്കെ, അപ്പോൾ റെഡി? റെഡി. 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 സന്തോഷം. വിളിക്കാം. തുടങ്ങാം. റഫീന റഫീഖ്. ഇപ്പൊ എല്ലാ ടെൻഷനും ഒക്കെ മാറി ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ജസ്റ്റ് ആ പ്ലം അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല റിച്ച് അല്ലേ? ടേസ്റ്റ്. ചിക്കൻ ഇസ് ഗുഡ് അല്ലേ? ആ മസാല ശരിക്കും ചിക്കനിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല പിടിച്ചിട്ടുണ്ട്. താങ്ക് യു. ഗുഡ് എഫേർട്ട്. ഗുഡ്, താങ്ക് യു. അടിപൊളി ബിരിയാണികൾ കഴിച്ച് എൻജോയിങ് ദിസ് സെഷൻ ആക്ച്വലി. കുറച്ച് നാളത്തേക്ക് ഇനി ബിരിയാണി വേണ്ട വെച്ചു. അതെ, അതിനു വേണ്ടി കഴിച്ചു കഴിഞ്ഞു. ബിരിയാണികൾ കഴിച്ച് വെറൈറ്റീസ് വേറെ ലെവലാണ്. യെസ്. അടുത്ത ആളെ വിളിക്കാം. ഹബീബ. ഇതും ഹൈദരാബാദി ആയിരുന്നല്ലോ അല്ലേ? ക്രഞ്ചി സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പീസസും കൂടി നോക്കാം. കൊള്ളാട്ടോ, നന്നായിട്ടും. എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് അങ്ങനെയൊന്നുമില്ല. ഒരു എക്സ്പ്രഷൻ. നന്നായിട്ടുണ്ടോ? പീസിലൊക്കെ പിടിച്ചിട്ടുണ്ട്, എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അടുത്ത ആളെ വിളിച്ചാലോ? യെസ്, നദീര പി കെ.
റീറാപ്പിക്ക് ഇത് ഫേവറേറ്റ് റെസിപ്പി അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഫേവറേറ്റ് റെസിപ്പി മനസ്സിലായില്ല. അതായത് ഇഷ്ടപ്പെട്ട ഒരു ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇല്ല, ആദ്യമായിട്ട് മാമിന്റെ റെസിപ്പി കണ്ടിട്ട് പഠിച്ചു വെച്ചു. വീട്ടിലുണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ എങ്ങനെ മനസ്സിലായി അതൊക്കെ നല്ലതാണ്? ഒരു ഇല്ലല്ല, ഉണ്ടാക്കി എനിക്ക് അതിൽ ഇഷ്ടമായി തോന്നി. ചേച്ചി തന്നെ പറയുന്ന കറക്റ്റ്. അതെ അതെ. ഉണ്ടാക്കി നോക്കിയിരുന്നോ വീട്ടില്? ഒരു പ്രാവശ്യം ഉണ്ടാക്കി. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോഴും നല്ല രസമായിരുന്നു കേട്ടോ. റൈസ് ചിക്കനൊക്കെ ചെറിയ ചെറിയ കഷ്ണമായ പുളിയൊക്കെ പൊടിക്കുള്ളൂ. കൊള്ളാം, നന്നായിട്ട് വന്നിട്ടുണ്ട്. ജ്യൂസി ഉണ്ട്. ഞാൻ നല്ലിക്കായിരുന്നു എന്നെ ലോക്കാക്കിയ കാര്യം. അല്ലല്ല, എന്റെ റെസിപ്പി എടുത്തിട്ട് ഞാനിനി അതിനെ കുറിച്ച് എന്തോ അല്ലല്ല, എനിക്ക് തോന്നി ഈ റെസിപ്പി ഇഷ്ടമായി. അപ്പൊ എനിക്കൊരു ഇച്ചിരി ഉപ്പ് കൂടി ആവാന്ന് തോന്നുന്നു. മസാല ഉപ്പ് കുറച്ചുകൂടി ആവാം. വേറെ ഉണ്ടാച്ചിട്ട് ഇടായി അപ്പൊ തോന്നി. മസാല എല്ലാം ഇളക്കിയിട്ട് മസാല പാകത്തിന് ഇട്ടുള്ളൂ. കുറച്ച് വൈറ്റ് റൈസും കൂടി കൂട്ടി വളഞ്ഞു. നന്നായിട്ടുണ്ട്. താങ്ക് യു. മാഷാ ജസീമ മുബാഷിർ. ജസീമ അല്ലേ? ജസീമ. അങ്ങനെ 3 പിന്നെ നമ്മുടെ ഹൈദരാബാദി ബിരിയാണികൾക്കിടയിൽ ഒരു ആശ്വാസമായിട്ട് ഒരു പുതിയ ബിരിയാണി വരുന്നു. പേര് തന്നെ പറയും, മൈസൂർ. യെസ്, സംതിങ് ഡിഫറെന്റ്. വിചാരിച്ച പോലെ തന്നെ വന്നില്ല അല്ലേ? ഫൈനൽ കുഴപ്പമില്ല. ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നല്ല പീസസ് ഒക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ഇളകി വരുന്നു. നോക്കട്ടെ. നല്ല ഫ്ലേവർ. നൈസ്, വെരി നൈസ്. ചേച്ചി അവരുടെ റേറ്റൊക്കെ ഒരു സ്പെഷ്യലൈസ് ഉണ്ട്. റേത്ത സ്പെഷ്യലാണ് അല്ലേ? അതെ. എന്തൊക്കെയാണത്? അത് അവരുടെ റേത്ത കസൂരി മേത്തി ആഡ് ചെയ്യും ഇതിൽ. കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യും. ഡിഫറെൻറ്റ്. എനിക്കിതിൻ്റെ തക്കാളി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിനും കൂടുതൽ ഇഷ്ടമാണ് അതുപോലെ തക്കാളി. കാരണം ബാംഗ്ലൂരും മൈസൂരിലൊക്കെ കഴിക്കുമ്പോൾ തക്കാളി ഒരു ആ റൈസായിട്ട് അലിയുന്നൊരു സംഭവമുണ്ട്. ഗുഡ്. ആൻഡ് യുവർ പുതിന. നൈസ് കോംബോ. അടിപൊളി. എന്തൊക്കെയുണ്ട്? ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, പിന്നെ തൈര്. പച്ചമുളക്, ഇഞ്ചി. ഓക്കെ, നന്നായിട്ടുണ്ട്. തന്നെ സന്തോഷമായി. ഓക്കെ, താങ്ക് യു. ഹാപ്പി. താങ്ക് യു. അങ്ങനെ സ്വാദിഷ്ടമായ 4 ബിരിയാണികൾ. ഹൈദരാബാദി ബിരിയാണി 3 തരം. മൈസൂർ ബിരിയാണി. മൈസൂർ ഒന്നും പറയാനില്ല ആക്ച്വലി പറഞ്ഞാൽ. എല്ലാവരുടെയും നല്ലതായിരുന്നു, ഗംഭീരമായിരുന്നു. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ ഇനി ഞങ്ങളുടെ ഒരു ടഫ് ജോബിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 1, 2, 3 ഈ 3 ഗ്രൂപ്പിൻ്റെയും
ഇവാലുവേഷൻ ക്വാർട്ടർ ഫൈനൽസിൻ്റെ നടത്താൻ പോവാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് അവരുടെയൊക്കെ മാർക്ക് നോക്കി, നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് മൂന്ന് ഗ്രൂപ്പിനെയും വിളിച്ചിട്ട് ആൻഡ് വിൽ ഫൈനലി അനൗൺസ് ദി സെലക്റ്റഡ് പീപ്പിൾ ആരൊക്കെയാണെന്ന് അറിയാം. കുറച്ച് നേരത്തെ ടെൻഷന് ശേഷം കാര്യങ്ങളൊക്കെ ഓക്കെ എന്തൊക്കെയാണ്. അങ്ങനെ മനോഹരമായ 3 എപ്പിസോഡ്സ് അവരുടെ ക്വാർട്ടർ ഫൈനൽസിൻ്റെത് കഴിഞ്ഞു. ആ 12 കണ്ടസ്റ്റൻസും ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഒന്നിച്ച് കാണുകയാണ് നമ്മൾ വീണ്ടും. അപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളെ 3 എപ്പിസോഡ്സിലായിട്ടാണ്, ഒന്നിച്ചല്ലല്ലോ. നിങ്ങൾ സെലക്റ്റഡ് ആയപ്പോൾ ഒന്നിച്ച് കണ്ടു, പിന്നെ 3 ദിവസമായിട്ട് കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ ആരൊക്കെ ഏതൊക്കെയെന്നൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഒരുമിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് കാണും. നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് വീണ്ടും കാണുകയാണ്. പല സമയത്തല്ലേ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ചിരിയൊക്കെ പൊടിക്ക് കുറഞ്ഞു പോകുന്നൊരു സംശയം, എനർജി ലെവൽ താഴോട്ട് പോയി. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഈ 3 എപ്പിസോഡിൽ നിന്നായിട്ടാണ് നമ്മൾ 8 കണ്ടസ്റ്റൻസിനെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത റൗണ്ടിലേക്ക് നിങ്ങളുടെ ടോട്ടൽ എല്ലാവരുടെയും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇറ്റ് വാസ് എ വെരി ടഫ് ഒരു ജോബ്. കുറേ നേരം ഞങ്ങൾ ഇരുന്ന് ആലോചിച്ച് വെട്ടി പിന്നെയും ചേർത്തി, പിന്നെയും വെട്ടി പിന്നെയും ചേർത്തി. പക്ഷെ ഫൈനലിൽ ഞങ്ങൾ ഉറച്ച തീരുമാനത്തിലെത്തി. അതെ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിങ്ങൾ ഉണ്ടാക്കി തന്ന ഭക്ഷണമൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ച ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ അടുത്ത ലെവലിലേക്ക് വീണ്ടും 12 പേർക്ക് പോകാൻ പറ്റില്ല. ഇത് എവിടെയെങ്കിലും ഒന്ന് അവസാനിക്കണമല്ലോ. അപ്പോൾ അടുത്ത 8 പേർക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് 5 പേരാകും. ആൻഡ് ഫൈനലി 1, 2, 3 അങ്ങനെയാണ് എൻ്റെ ഒരു ഓർഡർ. സോ അതുകൊണ്ട് വളരെ സ്പോർട്ടീവായിട്ട് എടുക്കുക. സെലക്റ്റഡ് ആകാത്ത ആൾക്കാർ ഒരു വിഷമവും ഉണ്ടാകരുത്, ഒരു ദേഷ്യവും ഉണ്ടാകരുത്, സ്പോർട്ടീവായിട്ട് എടുക്കുക. അങ്ങനെയാണ് ഇതിന് മുന്നേ ഉള്ള റൗണ്ട്സിൽ പുറത്തു പോയവരെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി ഇനിയും കാണാം എന്നുള്ള ഒരു അടുത്തതിനെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിൽ നിന്നും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വിളിച്ച് തുടങ്ങാം. യെസ്, ഇതിൽ റാൻഡം ഓർഡറിലാണ്. ഇത് ഓർഡർ 1, 2, 3 റാങ്കിങ് ഒന്നും അല്ല, സെക്കൻഡ് തേർഡ് ഒന്നും അല്ല, അല്ല, ജസ്റ്റ് നമ്മൾ വിളിച്ചു പോകുന്നു. ഓക്കെ, വിളിച്ചു പോണു. ഈ ആൾക്കാരാണ് സെലക്ട് ആയിരിക്കുന്നത്. ഞാൻ ഒരാളെ വിളിക്കാം, രണ്ടാമത്തെ ആളെ ഓക്കെ കൃഷ്ണ വിളിക്കുന്നു. ഓക്കെ, ഫൗസിയ മുസ്തഫ. യെസ്, അടുത്ത രണ്ടാമത്തെ ജഷീല യസീദ്. മൂന്നാമത്തെ ആള് ഹസീന ഹനീഫ്. മനോഹരമായ കൽക്കട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് ഒത്തന്റിക്. ഷബാന ഫറൂഖ്. ഇനി അഞ്ചാമത്തെ ആള് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരാൾ തന്നെയാണ്. പറയാവോ? കറക്റ്റ്, ഫെമി മുനീർ. കറക്റ്റ്. അടുത്ത ആള്, ആറാമത്തെ ആള് റഫീന റഫീഖ്. ഒരുപാട് പേടിച്ചു, ടെൻഷൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ഇതിൽ കണ്ടില്ല. അതെ, ജസീമ മുബാഷിർ. മൈസൂർ ബിരിയാണിയുടെ ആള് തക്കാളി. ഇനി ഒരാളും കൂടിയുണ്ട്. അങ്ങനെ 8 ആകും. ആരായിരിക്കും ഞാൻ ചോദിക്കില്ല കേട്ടോ. അങ്ങനെ വേണ്ട. അപ്പൊ ഞാൻ വായിക്കുകയാണ്. നദീര PK. ഹാപ്പി? വെരി ഹാപ്പി. അപ്പോൾ സെലക്റ്റഡ് ആയവർക്കെല്ലാം സന്തോഷം തന്നെയാണ്, അതറിയാം. സെലക്റ്റഡ് ആകാത്തവരും വളരെ സ്പോർട്ടീവാണ്. എനിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല എക്സ്പെക്റ്റേഷൻസ് ആണ്. അങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് അങ്ങനെയാണ്. സോ വി ആർ ഓൾ വെരി ഹാപ്പി വിത്ത് യു. പിന്നെ നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻസ് നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നുണ്ട്. ഒരു ക്ലാസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. വളരെ നല്ല ഇതിലാണ് എടുക്കുന്നത്, വളരെ സ്പോർട്ടീവായിട്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. താങ്ക് യു ഓൾ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് ഇപ്പോൾ അടുത്ത ഇതിലേക്ക് പോകാത്ത ആൾക്കാർക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്ലീസ് ടു കം. ഇത് മിൽമയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. യെസ്, ആൻഡ് ഫിറ
റൈസ്. താങ്ക് യു.